നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പേ സി മുകുന്ദൻ എം.എൽ.എയും മുൻ എം.എൽ.എ ഗീതാ ഗോപിയും തമ്മിലുള്ള രാഷ്ട്രീയ പോര് മൂർധന്യത്തിലേക്ക്. തനിക്കെതിരെ മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ച ഗീതാ ഗോപിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ തുടർന്ന് സി മുകുന്ദൻ എം.എൽ.എ. കഴിഞ്ഞ ദിവസമാണ് സിപിഐയിലെ മുൻ എം.എൽ.എയും നിലവിൽ നാട്ടിക മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ ഗീതാ ഗോപി സി മുകുന്ദൻ എം.എൽ.എക്ക് വക്കീൽ നോട്ടീസ് അയച്ചത്. തനിക്കെതിരെ പത്ര, ദൃശ്യ, സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തി അധിക്ഷേപം നടത്തിയെന്നാരോപിച്ചാണ് എം.എൽ.എക്ക് ഗീതാ ഗോപി വക്കീൽ നോട്ടീസ് അയച്ചത്. തിങ്കളാഴ്ചയ്ക്കകം തനിക്കെതിരെ ഉന്നയിച്ച പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പു പറയണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വക്കീൽ നോട്ടീസുമായി ബന്ധപ്പെട്ട വിവരം സിപിഐ നാട്ടിക മണ്ഡലം കമ്മിറ്റിയാണ് വാർത്താക്കുറിപ്പിലൂടെ മാധ്യമങ്ങളെ അറിയിച്ചത്. ഇതിനിടയിലാണ് കടുത്ത ആരോപണങ്ങൾ തുടർന്ന് സി മുകുന്ദൻ വീണ്ടും രംഗത്തെത്തിയത്. നിലവിൽ സിപിഐ സ്ഥാനാർത്ഥിയാക്കിയ ഗീതാ ഗോപിയുടെ കൂടുതൽ അഴിമതികൾ വരും ദിവസങ്ങളിൽ പുറത്തുകൊണ്ടുവരുമെന്ന് സി മുകുന്ദൻ എം.എൽ.എ മുന്നറിയിപ്പ് നൽകി. ഗീതാ ഗോപി പേയ്മെന്റ് സീറ്റ് നേടിയെന്ന ആരോപണത്തിൽ എം.എൽ.എ ഉറച്ചുനിന്നു. 2011 ഗുരുവായൂരിൽ നിന്നാണ് ഗീതാ ഗോപിയെ നാട്ടികയിൽ മത്സരിപ്പിച്ച് എം.എൽ.എ ആക്കിയത്. അന്നത്തെ ഗീതാ ഗോപിയുടെ സാമ്പത്തിക സ്ഥിതിയും എം.എൽ.എ ആയി 10 വർഷത്തിനു ശേഷമുള്ള സാമ്പത്തിക വർധനവും ജനങ്ങൾക്കറിയാമെന്ന് എം.എൽ.എ പറയുന്നു. 2021 താൻ എം.എൽ.എ ആയതിനുശേഷം നിരവധി കരാറുകാരാണ് മുൻ എം.എൽ.എക്കെതിരെ പരാതി ഉന്നയിച്ചത്. പ്രവർത്തികൾ തുടങ്ങും മുൻപ് കമ്മീഷൻ വാങ്ങിയതുമൂലം പല പ്രവർത്തികളും വൈകിയെന്ന് സി മുകുന്ദൻ എം.എൽ.എ ആരോപിച്ചു. കരാറുകാർ ഈ അവസരം മുതലെടുക്കുകയായിരുന്നു. ഈ വിഷയം പാർട്ടിയിൽ താൻ കൃത്യമായി അറിയിച്ചെങ്കിലും മണ്ഡലം നേതൃത്വം ഇവരെ സംരക്ഷിച്ചു. ഗീതാ ഗോപിയെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്ന സിപിഐയുടെ ചില നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു. സത്യങ്ങൾ തുറന്നു കാണിക്കുന്നതിന്റെ പേരിൽ ഇനിയും ഒരുപാട് വക്കീൽ നോട്ടീസ് ഗീതാ ഗോപി തയ്യാറാക്കി അയക്കേണ്ടി വരുമെന്ന് എം.എൽ.എ പരിഹസിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ ഉൾപ്പെടെ ഗീതാ ഗോപിയുടെ അഴിമതികൾ പുറത്തുകൊണ്ടുവരുമെന്നും സി മുകുന്ദൻ എം.എൽ.എ മുന്നറിയിപ്പ് നൽകി. അതേസമയം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച സി മുകുന്ദൻ നാട്ടികയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ കോൺഗ്രസ് പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും പ്രാദേശിക നേതാക്കളെ ഭയന്ന സ്വന്തം സ്ഥാനാർത്ഥി മതിയെന്ന നിലപാടിലാണവർ. UDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ വ്യക്തത വരുമെന്നാണ് സൂചന.